രണ്ട് അനിയന്മാരോട് മോന്റെ കാര്യം സംസാരിച്ചോണ്ടിരിക്കുക. ചിലപ്പോ കരയും. കരയുന്നുണ്ടല്ലേ? കണ്ണൊക്കെ നിറയല്ലേ? ഇതൊക്കെ ഓർമ്മശക്തി ഉണ്ട്, ഇതൊക്കെ അറിയുന്നുണ്ടോ? എല്ലാം അറിയുന്നുണ്ട്. അത്രയൊരു ദൈവഭാഗ്യമുണ്ട്. അവന്റെ കരളിന്റെ എന്താ പറയുക ഒരു ഭാഗം സുഹൃത്തിന് വേണ്ടി പകുത്തു നൽകി അയാളുടെ ജീവൻ രക്ഷിക്കാൻ. ലേക്ഷോറി സർജറി നടന്നു. അന്ന് തന്നെ സ്ട്രോക്ക് വന്ന് പാരലൈസ്ഡ് ആയി. ആരുടെ മുന്നിൽ കൈ നീട്ടാനും ഒരു മടിയില്ല. അത്രയും എന്താ പറയാ MCA പഠിച്ച് അത്രയും നല്ല സാലറി മേടിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ ഇപ്പോൾ എന്താ പറയാ ഒരു നേരത്തെ ഫുഡിന് വേണ്ടിയിട്ടാണ് ഞാൻ മറ്റുള്ള മുന്നിൽ കൈ നീട്ടുന്നത്. ചേച്ചി എന്തോ അങ്ങോട്ട് നോക്കിയിരിക്കുന്ന ഒരു വിഷമത്തോടെ? അല്ല ഞാനെന്താ പറയാ മനുഷ്യൻ പോലും ഇല്ല സ്ഥലത്ത് ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്. ഞാനിങ്ങനെ എന്താ പറയാ എന്റെ ബ്രദറിന്റെ അവസ്ഥ ആലോചിച്ചിരിക്കുക. അല്ല ഇവിടെ ഈ കാടും പിടിയൊക്കെ പിടിച്ച് കിടക്കുന്ന സ്ഥലത്തൊക്കെ വന്നിരിക്കുന്നത്. അങ്ങനെ പേടിയൊന്നുമില്ല. നമ്മളെന്താ പറയാ ജീവിതത്തിൽ അത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ഒന്നിനെയും പേടിയോ ഒരാശങ്കയോ ഒന്നുമില്ല. എന്തും ഫേസ് ചെയ്യാൻ പറ്റുന്ന ഒരു തന്റെ അല്ല അത് ഞാൻ എന്റെ ബ്രദറിന്റെ അവസ്ഥ ആലോചിച്ച് ഇങ്ങനെ ഇരുന്നതായി. ഈ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ കുറച്ചൊരു എന്താ കാറ്റൊക്കെ കിട്ടുമ്പോൾ കുറച്ചൊരു മനസ്സമാധാനം ഉണ്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ ഒരാശ്വാസത്തിന് വേണ്ടി വന്നിരുന്നതാ. ബ്രദറിന്റെ അവസ്ഥയെന്ന് വെച്ചാൽ നിങ്ങള് കുറച്ചുപേര് മാത്രമേ ഇനി അറിയാനുള്ളൂ. അവൻ 6 വർഷം മുന്നേ അവന്റെ സുഹൃത്തിന്റെ പിതാവിന് വേണ്ടി കരൾ ദാനം ചെയ്തു. സർജറി ലേക്ഷോർ ഹോസ്പിറ്റലായിരുന്നു എറണാകുളം. അന്ന് തന്നെ ചികിത്സാപ്പിഴ അനസ്തേഷ്യ കോംപ്ലിക്കേഷൻ കാരണം സ്ട്രോക്ക് വന്ന് പാരലൈസ്ഡ് ആയി. ഇപ്പോൾ ജൂലൈ ആകുമ്പോഴേക്കും 6 വർഷമാവും. ഇപ്പോഴും കിടപ്പാണ്. അത് ട്യൂബ് ഇട്ടേക്കുന്ന അവന് എന്താ വായിലൂടെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് മൂക്കിലൂടെ ട്യൂബ് ഇട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. അപ്പൊ ഒരാളെ സഹായിച്ചുകൊണ്ട് ഉണ്ടായ അവസ്ഥയാണ്. കരള് കൊടുത്തു. അവന്റെ കരളിന്റെ എന്താ പറയുക ഒരു ഭാഗം സുഹൃത്തിന് വേണ്ടി പകുത്തു നൽകി അയാളുടെ ജീവൻ രക്ഷിക്കാൻ. ലേക്ഷോറി സർജറി നടന്നു. അന്ന് തന്നെ സ്ട്രോക്ക് വന്ന് പാരലൈസ്ഡ് ആയി. അനസ്തേഷ്യ കോംപ്ലിക്കേഷൻ എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ചികിത്സാപ്പിഴവിന്റെ ഭാഗമായി അവൻ സ്ട്രോക്ക് വന്ന് പാരലൈസ്ഡ് ആയി. ഈ സർജറി നടന്നതിന്റെ തലേദിവസം വരെ അവൻ ആരോഗ്യവാനായിരുന്നു. അതുകൊണ്ടാണ് സർജറി. അവൻ മീഡിയ ജേർണലിസ്റ്റ് ആണ്. പത്രങ്ങളിലും ചാനലിലും ഒക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ അവൻ ബഹ്റിനിൽ ഗവൺമെന്റ് ജോലി കിട്ടി. ബഹ്റിനിലെ മിനിസ്റ്റർ ഓഫീസിൽ ഗവൺമെന്റ് ജോലി ആയപ്പോൾ ഇവിടെയുള്ള ജോലി വിട്ടിട്ട് അങ്ങോട്ട് പോയി. എന്നിട്ട് എന്താ പറയാ കോവിഡ് സമയത്ത് നാട്ടിൽ വന്നു. എറണാകുളത്തായിരുന്നു ഞങ്ങള്. ആ സമയത്താണ് ഇങ്ങനെ സുഹൃത്തിന്റെ അച്ഛന് ഗുരുതര കരൾ രോഗമാണ്, സാമ്പത്തിക ശേഷി ഇല്ലാത്തവരാണെന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് അവൻ എന്നോട് പോലും പറയാണ്ട് അത് ചെയ്തത്. അവസാനം ലാസ്റ്റ് എന്റെ കൺസെന്റ് വേണോ, ഞങ്ങൾക്ക് പാരന്റ്സ് ഇല്ല, അപ്പോൾ ഒരു എന്താ പറയാ റിലേറ്റീവിന്റെ കൺസെന്റ് വേണം. ആ സമയത്താണ് ഞാൻ അറിഞ്ഞത്. ഞാനും പറഞ്ഞു വേണ്ട മോനെ അങ്ങനൊന്നും ചെയ്യണ്ട, സാരമില്ല ഒരാളുടെ ജീവൻ രക്ഷിക്കാനല്ലേ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ചെയ്തു. അന്ന് ആ സർജറിക്കിടയിൽ സ്ട്രോക്ക് വന്ന് പാരലൈസ്ഡ് ആയി. പിന്നെ അതിന് ശേഷം എഴുന്നേറ്റ് നടന്നിട്ടില്ല. ഒറ്റ കിടപ്പാണ്. ശരീരം തളർന്ന് കിടപ്പാണ്. ഇല്ല, ഭാര്യയല്ല, അച്ഛനും അമ്മയും മരിച്ചു. അച്ഛനും അമ്മയും ഗവൺമെന്റ് എംപ്ലോയീസ് ആണ്. 15 വർഷം മുന്നേ മരണപ്പെട്ടവരാണ് രണ്ടുപേരും. അപ്പൊ ഞാനും എന്റെ അനിയത്തിയും ചേർന്നാണ് നോക്കുന്നത്. ഞാൻ സ്വന്തം ചേച്ചിയാണ്. എന്റെ രണ്ടാമത്തെ സഹോദരനാണ്. ഞാൻ മൂത്ത ആള് രഞ്ജു, രണ്ടാമത്തെ ആള്, പിന്നെ ഒരു അനിയത്തി.